നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്. ഇതാണെങ്കിൽ ഡൈനോസോസിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ട്രൈസെറാട്ടോപ്സ്. ഇത് USA കാനഡയിലാണ് നിന്നിരിക്കുന്ന ഡൈനോസോർ. പിന്നെ ഇതാണെങ്കിൽ ഹെർബിവോറോ ആണ്. ലൈക്ക് ഗ്രാസും ലീഫും തിന്നുന്ന ഒരു ഹെർബിവോറ. ഇത് 3 കൊമ്പുണ്ട്, 4 കാലാണ് നടക്കണേ. പിന്നെ ഇതാണെങ്കിൽ നിക്കണ ഇത് ലൈക്ക് കൊമ്പ്, പിന്നെ മറ്റേ ഫ്രില്ലുണ്ട്, കൊമ്പിന്റെ ബാക്കിൽ ഫ്രില്ലുണ്ട്, അത് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഇത് കണ്ടത് കൊമ്പും. അപ്പൊ ഇതാണെങ്കിൽ ചോദിച്ചാൽ ഇത് വലിയതുമാണ്, ലൈക്ക് വലിയതുമാണ്. പിന്നെ അതിന്റെ ബാക്കിലൊരു വാലുണ്ട് ബാലൻസ് ചെയ്യാൻ. പിന്നെ പാരറ്റിന്റെ പോലെ ഒരു ബീക്കുള്ളൊരു ലൈക്ക് വായാണെന്ന് പറയാം. പിന്നെ ഈ ഫ്രില്ലിന്റെ സൈഡിൽ 2 കൊമ്പുണ്ട്, അതും ഒരു പ്രൊട്ടക്ഷൻ ആണെന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് ഒന്നായിട്ട് പോവാം. നടിക്കണ ഒരു കാർണിവോർ ഡൈനോസോർ ആണ്. മീനും തിന്നുന്നത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്, പക്ഷെ ചിലത് ലാൻഡിലൊക്കെ ജീവിക്കാം. പിന്നെ ഇതാണെങ്കിൽ എവിടെ വന്നേന്ന് ചോദിച്ചാൽ മെക്സിക്കോ എന്നാണ് ഇത് വന്നേക്കണേ, മെക്സിക്കോ. പിന്നെ ഇതാണെങ്കിൽ ഇത് കാർണിവോർ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫിഷ് ഈറ്റിംഗ് ഡൈനോസോറും ആണ്. അപ്പൊ ഇത് ഈ ഓഷ്യനിലും പിന്നെ ചെറിയ റിവറും പോണ്ടും ലേക്കും റിവറും ഒക്കെ കാണുന്ന ഡൈനോസോറാണ്. ഇതാണെങ്കിൽ വലിയതുമാണ്, പക്ഷെ സ്ഥിരമായിട്ട് കാണുന്നത് ഇത് ആഫ്രിക്കയിലാണ് എന്റെ സ്ഥിരമായിട്ടുള്ള സ്ഥലം, അവിടെയാണ്. പിന്നെ ഇത് വലിയതാണ്. ഇതാണെങ്കിൽ 2 വലിയ കൈയുണ്ട്, 2 കാലും ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിലൊരു ഫ്രില്ലുണ്ട്. പിന്നെ ഇതിന്റെ വായലേക്ക് ക്രൊക്കഡൈലിനെ പോലെയാണ്, വായ കൊച്ചു ക്രൊക്കഡൈലിനെ പോലെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒന്നായിട്ട് പോവാം. നെക്സ്റ്റ് എന്താ പറയണ എല്ലാത്തിനേക്കാളും വലിയതുള്ളൊരു ഡൈനോസോറാണ് ബ്രാക്കിയോസോസ്. ബ്രാക്കിയോസോസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വലിയതുമാണ്, ഹെർബിവോറോ ആണ്. ഇതാണെങ്കിൽ വന്നേക്കുന്നത് USA കുറെ സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. USA എന്നാണ് ഇത് സ്ഥിരമായിട്ട് തന്നെ. ഇത് ലോങ് നെക്കോ ആണ്. ഇതാണെങ്കിൽ ഹെർബിവോറോ ആണ്. അപ്പൊ ഇതാണെങ്കിൽ ചോദിച്ചാൽ ഇതിന്റെ ഈ വാലൊരു പ്രൊട്ടക്ഷൻ ആണെന്നും പറയാം. ഇതിന്റെ വലിയ കഴുത്തും ഉണ്ട്. പിന്നെ ഇത് 4 കാലം നടക്കണേ. ഇതിന്റെ കുഞ്ഞ തലയാണ്. നമുക്ക് നെക്സ്റ്റ് ഒന്നായിട്ട് പോവാം. നെക്സ്റ്റ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡൈനോസോസിന്റെ രാജാവാണ് ടീറക്സ്. ടീറക്സിനെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും, ദ കിങ് ഓഫ് ഡൈനോസോർസ്. ഇത് കാനഡയിൽ നിന്ന് US ആണ് വന്നേക്കണം, കാർണിവോറോ ആണ്. അപ്പൊ ഇതാണെങ്കിൽ ഒരു വലിയ പവർഫുൾ സാധനമാണ്, വലിയതുമാണ്, ലൈക്ക് കാർണിവോർ ആണ്. ലൈക്ക് ട്രൈസെറാട്ടോപ്സിനെ പോലെ കുറെ ഡൈനോസോർസിനൊക്കെ ഹണ്ട് ചെയ്യും. അപ്പൊ ഇതിന് ചോദിച്ചാൽ അതിന്റെ 2 കാലം നടക്കണം. പിന്നെ കൈ നല്ല കുഞ്ഞിതാണ്, ലൈക്ക് നമ്മളുടെ ഈ 2 കൈ പോലെയാണ് ഇത്, 2 ഫിംഗേഴ്സ് പോലെ. പിന്നെ ഇതാണ് നല്ല പവർഫുൾ ഡൈനോസോറാണ്, കിങ് എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ഫുൾ പേര് ടെറാനോസോറസ് റെക്സ് എന്നാണെങ്കിൽ ഇതിന്റെ എല്ലാരും ചെറിയായിട്ട് വെക്കുന്ന ടീറക്സ് എന്നാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒന്നായിട്ട് പോവാം. നെക്സ്റ്റ് ഒന്നെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റെഗോസോസ് ആണ്, ഒരു കുഞ്ഞ് ബ്രെയിൻ ഉള്ള ഒരു ഹെർബിവോർ. ഇത് USA സ്ഥിരമായിട്ട് കാണുന്നത്. പിന്നെ ഹെർബിവോറോ ആണ്. അപ്പൊ ഇതാണെങ്കിൽ ചോദിച്ചാൽ ഇതിന്റെ ബാക്കിൽ വാല് പ്രൊട്ടക്ഷൻ ഉണ്ട്, ലൈക്ക് ഇതിന്റെ ബാക്കിൽ വാലിതുകൊണ്ട് വേറെ കുറെ കാർണിവോർ ഡൈനോസോർസ് വന്നാല് വാലുകൊണ്ട് ബാക്ക് കൊണ്ട് അടിക്കാം. പിന്നെ ഇത് ഈ പ്ലേറ്റ്സ് മീൻസ് ഈ സാധനം പ്ലേറ്റ്സ് ആണ്, ലൈക്ക് നമ്മൾ എന്നാൽ അത് പ്രൊട്ടക്ഷൻ ആണ്. ലൈക്ക് ഒരു ഡൈനോസോർ കടിക്കുമ്പോൾ അത് വേനിക്കൂല, പക്ഷെ മറ്റേ കാർണിവോർ ഡൈനോസോറിന് വേനിക്കും, മറ്റേ ഡൈനോസോർസിനൊക്കെ വേനിക്കും, പക്ഷെ ഇതിന് വേനിക്കൂല. ഇതാണെങ്കിൽ ആ പ്രൊട്ടക്ഷൻ ഉണ്ട്, 2 പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിന്. പിന്നെ ഒരു കുഞ്ഞു തലയാണ്, ഒരു കുഞ്ഞു ബ്രെയിനും ആണ്. പിന്നെ 4 കാലിലാണ് നടക്കണം. നമുക്ക് നെക്സ്റ്റ് ഒന്നായിട്ട് പോവാം. നെക്സ്റ്റ് ഒന്ന് ചോദിച്ചാൽ പാരസോറലാഫസ് ആണ്. ഇതാണെങ്കിൽ 2 കാലിൽ നിൽക്കണ ഒരു ഹെർബിവോർ ആണ്. ഒരു വലിയ വാലുണ്ട്. പിന്നെ തലയിലൊരു ഇതുപോലെ ലൈക്ക് ഒരു സൗണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ലൈക്ക് അത് US കാനഡയിലാണ് നിന്ന്. പിന്നെ അത് ഹെർബിവോറോ ആണ്. ഇത് ലൈക്ക് മരങ്ങളിലൊക്കെ ലൈക്ക് ലീഫും കറിക്കും, പിന്നെ കുറച്ച് കുഞ്ഞു ഗ്രാസും അതൊക്കെ കഴിക്കുന്ന ഡൈനോസോറാണ്. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.